നമസ്കാരം. ബിഗ് ബോസ് സീസൺ 3യുടെ 16ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ 16ാമത്തെ ദിവസമായിരുന്നു. ഇന്നലത്തെ റിവ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു മോർണിംഗ് ടാസ്കിൽ കൂടായിരുന്നു. അത് കൊടുത്തിരിക്കുന്നത് നോബിക്കായിരുന്നു. നോബി ഭയങ്കര കൂളായിട്ട് വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോബിയെ കൊണ്ടാണ് ടാസ്ക് ചെയ്യിപ്പിച്ചത്. ടാസ്ക് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോ മൃഗങ്ങളായിട്ട് വരും, നോബി ഫോട്ടോ എടുക്കും, കൗണ്ടർ അടിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ മോർണിംഗ് ടാസ്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയി. അതിനുശേഷം പിന്നീട് വന്നത് ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, ഈ ഒരാഴ്ച നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിറോസ് ഖാൻ എങ്ങനെയെങ്കിലും ഒന്ന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആണെന്ന് കാണിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ വിഷയങ്ങളിൽ പോലും ഇടപെട്ടിട്ട് അത് ഭയങ്കര വിഷയമാക്കി മാറ്റുന്നു. എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിലെല്ലാം സ്ക്രീൻ സ്പേസ് കണ്ടെത്തുന്നു. ആ ഒരു രീതിയാണ് കണ്ടത്. അപ്പോൾ ഇന്നലെയും അത് തന്നെ തുടരാനായിട്ട് ഇന്നലെ കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് നമ്മുടെ കിടിലൻ ഫിറോസിനെ ആയിരുന്നു. കിടിലൻ ഫിറോസ് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിറോസ് ഖാൻ വന്നിട്ട് പറഞ്ഞു, താങ്കൾ റിയൽ ആയിട്ട് കളിക്കുക, താങ്കളുടെ റിയൽ മുഖം പുറത്ത് കാണിക്കണം, ഇങ്ങനെ ആൾക്കാരെ ഉപദേശിക്കുന്നതിൽ കാര്യമില്ല, അങ്ങനെ കാര്യമില്ല, പുറത്ത് നിങ്ങൾക്കൊരു ഫേക്ക് ആയിട്ടുള്ളൊരു മുഖമാണുള്ളത്, നിങ്ങൾ അതാണ് പുറത്ത് കാണിക്കേണ്ടത്, നിങ്ങൾ അതാണ് ഇതാണ്, ഇങ്ങനെ പറഞ്ഞ് അവസാനം അതൊരു വഴക്കിലേക്ക് എത്തുകയാണ്. പക്ഷെ നമ്മുടെ കിടിലൻ ഫിറോസ് അപ്പോഴും പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ, ഞാൻ അവസാനം 100 ദിവസവും ഞാൻ ഇങ്ങനെ ആയിരിക്കും, എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രമ്യ പണിക്കരും മണിക്കൂട്ടിനും അങ്ങോട്ട് വരികയാണ്. രമ്യ പണിക്കർ അതിലേക്ക് വരുമ്പോഴേക്കും ഫിറോസിന്റെ ഭാര്യ സജന രമ്യനെ സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് അത് അവർ പറഞ്ഞു തീർത്തോട്ടെ, ഇക്ക അങ്ങനെയാണ്, ഇക്ക ഇങ്ങനെയാണ്, അവർ പറഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് കളിക്കണം, ഇത് ഗെയിമാണ്, എനിക്ക് ഇടപെടണം, ഞാൻ ഇടപെടണം എന്ന് പറഞ്ഞ് രമ്യ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് രമ്യ ചെന്നപ്പോഴത്തേനും ഭാഗ്യലക്ഷ്മി വന്ന് പതുക്കെ ഫിറോസിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ രമ്യയും ഫിറോസ് ഖാനുമായി പ്രശ്നം. രമ്യയും ഫിറോസ് ഖാനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് ആകെപ്പാടെ ബഹളമായി. അപ്പോഴേക്ക് രമ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഉടനെ ഫിറോസ് പറഞ്ഞു, നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് അറപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രമ്യ വീണ്ടും ബഹളം വെച്ച് തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി, ഇതായി. കയ്യിലിരുന്ന വാട്ടർ ബോട്ടിൽ കൊണ്ട് എന്തോ ഒന്ന് ചെറുതായിട്ട് കാണിച്ചപ്പോഴത്തേനും ഫിറോസ് പറഞ്ഞു, ഇതെങ്ങാനും എൻ്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചേരും, ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് വീട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഭീഷണികളൊന്നും പാടില്ല, ശരീരത്തിൽ തൊട്ടുള്ള കയ്യേറ്റങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേനും അങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ അതിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഫിറോസിനെതിരെ ഇന്നലത്തെ പ്രശ്നത്തിൽ ഡിംപിൾ ഒന്ന് ഇടപെടാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വീണ് കിട്ടിയത്. ഉടനെ തന്നെ രമ്യയുടെ കൂടെ ഡിംപിൾ ചേർന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ക്യാമറയ്ക്ക് മുമ്പിൽ പോയി പറയുക, ബിഗ് ബോസിനോട് പറയുക, അപ്പോൾ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും, ഒരു നടപടി എടുക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ രമ്യ പോയി ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് ഇങ്ങനെ എന്നെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രണ്ടുപേരെയും കൂടി കൺഫ്യൂഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ്. എന്നിട്ട് ഫിറോസിനോട് പറയുകയാണ്, റൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തരുതെന്ന്, അതുകൊണ്ട് ഇനി ഇത് മേലാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടെ വിടുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. സത്യത്തിൽ 2ാമത്തെ തവണയാണ് ഫിറോസിനെ ഇങ്ങനെ ഒരു ബിഗ് ബോസ് വിളിക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് സ്ക്രീൻ സ്പേസ് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോവാണ്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പ്രശ്നങ്ങളിലും ഫിറോസ് ഇടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നലത്തെ രാവിലെ ഒരു പകുതി ദിവസവും പോയിരിക്കുന്നത്, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് അവർക്കുള്ള വീക്ക്ലി ടാസ്ക് ആണ്. വീക്ക്ലി ടാസ്ക് വായിക്കാൻ ഏൽപ്പിച്ചത് ഫിറോസിനെയാണ്. അദ്ദേഹം നാടകം പറയുന്നത് പോലെ അല്ലെങ്കിൽ കഥ പറയുന്നത് പോലെയാണ് ടാസ്ക് വായിച്ചത്. ടാസ്ക് സത്യത്തിൽ ഇത്രേ ഉള്ളൂ, ഒരു സ്ഥലത്ത് കളിമണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്, തൊഴിലാളികൾ ചെന്ന് കളിമണ്ണ് എടുക്കുക, അതിനകത്ത് കോയിൻസും ഉണ്ട്, അതും കളക്ട് ചെയ്യുക. 3 പോലീസുകാരുണ്ടാവും, കോയിൻസുമായിട്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. കോയിൻസ് എങ്ങനെയെങ്കിലും മറ്റ് മത്സരാർത്ഥികളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആളായിരിക്കും അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അവിടെയും ആകെപ്പാടെ ബഹളമാവുകയാണ് ചെയ്തത്. ഭാഗ്യലക്ഷ്മി കയറി. ഭാഗ്യലക്ഷ്മി ഇറങ്ങി വന്നപ്പോൾ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യലക്ഷ്മി ഈ കോയിൻസ് എല്ലാം കൂടി ഭാനുവിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഭാനു അത് പേഴ്സണൽ ഗെയിം ആയിട്ടെടുത്ത് അത് തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാനുവും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ചതിക്കും എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു, ഞാൻ ഗെയിമാണെന്നാണ് വിചാരിച്ചത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകളെല്ലാം ഇത് ഗെയിം എന്നതിലുപരി ഇൻഡിവിജ്വൽ ആയിട്ടും എടുക്കുകയാണ്. ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നതിന് പകരം ഇതെല്ലാം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഒരു ഗെയിം സ്പിരിറ്റിലേക്ക് എത്തുന്നില്ല. എല്ലാവരും അത്
അത് പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ, ഗെയിമിലാണെങ്കിൽ പോലും പേഴ്സണലി പറയുന്ന കാര്യങ്ങളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അതിനിടയ്ക്ക് ഡിംപിളും ഒരു വിഷയം ഉണ്ടായത്. അത് ഡിംപിൾ എല്ലാം തന്നെ ഇമോഷണലി, അതായത് ഹെൽത്ത് വീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ ഹെൽത്തിൻ്റെ ഒരു ആവശ്യമില്ല, ബുദ്ധിപരമായി കളിക്കാവുന്ന ഒരു കളിയാണ്. പക്ഷെ അവിടെയും ഹെൽത്തിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം സജനയും നമ്മുടെ റംസാനും അതിനെ എതിർക്കുകയാണ്. ഇത് പറ്റില്ല, എല്ലാ ഗെയിമിലും ഇങ്ങനെ ഹെൽത്ത് ഹെൽത്ത്, എല്ലാ കാര്യങ്ങളിലും ഹെൽത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് മത്സരം മുന്നോട്ട് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, എല്ലാ കാര്യങ്ങളിലും ഹെൽത്ത് എന്നൊരു എക്സ്ക്യൂസ് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്? ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. അപ്പം ഇങ്ങനെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഇനി ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് പറയുമ്പം കാണുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഡിംപിൾ അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ മാറാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്നത്. അതിനിടയിൽ റംസാനും സജനയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. പക്ഷെ അത് ഫിറോസ് തന്നെ ഒത്തുതീർപ്പാക്കി കൊണ്ടുപോകാനാണ് നോക്കിയത്. സത്യത്തിൽ ഫിറോസ് എങ്ങനെയെങ്കിലും ഓക്കെ ആക്കി വരുമ്പോഴേക്കും അത് സജന മൊത്തത്തിൽ കുളമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. ഇനി ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത് ഭാഗ്യലക്ഷ്മി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് മുന്നിലിരുന്ന് കരയുന്നതാണ്. ഭയങ്കര ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് പറ്റും തോന്നുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഭാഗ്യലക്ഷ്മി ഇടയ്ക്ക് വെച്ച് പോകുമോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പല ആളുകളും അതേപറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് കണ്ടറിയാം.